ഹായ് ഗെയ്സ്, വെൽക്കം ടു പീലിയൻ. ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇറാനും ഇസ്രയേലും തമ്മിൽ നടക്കുന്ന ഈ യുദ്ധത്തിൽ അമേരിക്ക ഇടപെട്ടാൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നമ്മളൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലൊന്നായിരുന്നു ഒരു പക്ഷേ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുവാനായി ചിലപ്പോൾ തീരുമാനിക്കാമെന്ന്. അപ്പോൾ എന്താണ് ഈ ഹോർമൂസ് കടലിടുക്ക്? പേർഷ്യൻ ഗൾഫിനെയും ഗൾഫ് ഓഫ് ഒമാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമുദ്രത്തിൻ്റെ വളരെ ഇടുങ്ങിയ ഭാഗത്തെയാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് അഥവാ ഹോർമൂസ് കടലിടുക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ പേർഷ്യൻ ഗൾഫ് എന്നാൽ ഇറാൻ മുതൽ ഇറാഖ്, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആഴം കുറഞ്ഞ സമുദ്രത്തിൻ്റെ ഭാഗത്തെയാണ് പേർഷ്യൻ ഗൾഫ് എന്ന് വിളിക്കുന്നത്. രണ്ടാമതായി ഗൾഫ് ഓഫ് ഒമാൻ, അറേബ്യൻ കടലിൻ്റെ വടക്ക് ഭാഗം, അതുമല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫിലേക്കുള്ള കവാടത്തെയാണ് ഗൾഫ് ഓഫ് ഒമാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ രണ്ട് സമുദ്രഭാഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 33 മുതൽ 39 കിലോമീറ്ററോളം വീതി വരുന്ന രണ്ട് ദിശകളിലേക്കും 3 കിലോമീറ്റർ വീതിയിൽ മാത്രം കപ്പലുകൾക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ കടലിടുക്കുകളിലൊന്നാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് അഥവാ ഹോർമൂസ് കടലിടുക്ക്. ലോകത്തിലേക്ക് തന്നെ വേണ്ടതിൻ്റെ 20% എണ്ണയും 1/3 നാച്ചുറൽ ഗ്യാസ് അഥവാ പ്രകൃതിവാതകങ്ങളും 1.7 കോടി ബാരലുകളായി ദിനം പ്രതി ഈ കടലിടുക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ്, ഖത്തർ, UAE തുടങ്ങിയ പല രാജ്യങ്ങളും ഏഷ്യ മുതൽ യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ പലയിടങ്ങളിലേക്കും എണ്ണ കയറ്റുമതി ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തുകൂടിയാണ്. ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു ബ്ലോക്കേജും ലോകത്ത് തന്നെ എണ്ണവില കുതിച്ചുയരുവാനായി കാരണമായി മാറുകയും ചെയ്യും. അങ്ങനെയുള്ള ഹോർമൂസ് കടലിടുക്കിൻ്റെ വടക്ക് ഭാഗം അല്ലെങ്കിൽ നോർത്തേൺ കോസ്റ്റ് ലൈൻ നിയന്ത്രിക്കുന്നത് ഇറാനാണ്. ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും ലോകരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും. ഇതിനാൽ തന്നെ ഹോർമൂസിനെ ചോക്ക് പോയിന്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു ബ്ലോക്കേജും ലോകത്തിൻ്റെ തന്നെ ശ്വാസം മുട്ടിക്കുമെന്ന് ചുരുക്കത്തിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്കിനെ ഒഴിവാക്കി എണ്ണ കച്ചവടം നടത്തുവാനായിട്ട് ഹബ്ഷൻ ഫുജൈറ പൈപ്പ് ലൈൻ പോലുള്ള പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് ഹോർമൂസ് കടലിടുക്കിനെ തന്നെയാണ്. ഒരു പക്ഷേ ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന ഏതൊരു തടസ്സവും ലോകത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുവാൻ പോകുന്ന രാജ്യം അത് ഒരു പക്ഷേ ഇന്ത്യയായിരിക്കും. കാരണം നമ്മുടെ രാജ്യത്തിലേക്ക് വേണ്ട 40 മുതൽ 50% വരുന്ന എണ്ണയും ഏകദേശം 50 മുതൽ 60% വരുന്ന നാച്ചുറൽ ഗ്യാസസ് അഥവാ പ്രകൃതിവാതങ്ങൾ LPG പോലുള്ളവ നമ്മുടെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. ആയതിനാൽ തന്നെ ഹോർമൂസിനുണ്ടാകുന്ന ഏതൊരു ബ്ലോക്കേജും നമ്മുടെ രാജ്യത്ത് എണ്ണ വിലയും പാചകവാതത്തിൻ്റെ വിലയും വലിയ രീതിയിൽ വർദ്ധിക്കുവാനായി കാരണമായി മാറും. ഇതിനെ തുടർന്ന് നമുക്കിവിടെ ഭക്ഷണത്തിന് വില കൂടാം, അതുപോലെ തന്നെ ആഹാര വസ്തുക്കൾക്ക് വില കൂടാം, ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് കൂടാം. അങ്ങനെ വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തൊരു ഇൻഫ്ലേഷൻ, വെറും ഇൻഫ്ലേഷൻ ആയിരിക്കത്തില്ല, ഒരു ഹൈപ്പർ ഇൻഫ്ലേഷൻ തന്നെ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആയതിനാൽ തന്നെ ഈ ഒരു പ്രശ്നം വലിയ രീതിയിൽ മുൻപോട്ട് പോകാതെ എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ, ബൈ ബൈ. സോ അതുപോലെ തന്നെ എല്ലാവരും നന്നായിട്ടിരിക്കുക കേട്ടോ.